അക്ഷരങ്ങൾ കൊണ്ട് പ്രണയത്തിൻ്റെ ഒരു വസന്തം തീർത്ത ഒരു എഴുത്തുകാരിയുടെ ഓർമ്മകളിലേക്ക്, മലയാളിയുടെ വായനാലോകത്തേക്ക് പ്രണയത്തിൻ്റെ നീർമാതളപ്പൂക്കൾ ഉതിർത്തവളാണവൾ. അക്ഷരങ്ങൾ കൊണ്ട് സ്വന്തം ഹൃദയം വരച്ചു ചേർത്ത നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മാധവിക്കുട്ടി. പ്രണയത്തെക്കുറിച്ച് ആമി എഴുതിയ വരികൾ വായിച്ചിട്ടുള്ള ആർക്കാണ് ആ ഓർമ്മകളിൽ നിന്ന് അത്ര എളുപ്പം പടിയിറങ്ങാൻ കഴിയുക? പ്രണയം ഒരു തീർത്ഥാടനമാണെന്നും അതിൽ വിരഹമാണ് ഏറ്റവും വലിയ പുണ്യമെന്നും അവൾ നമ്മെ പഠിപ്പിച്ചു. ഇന്ന് മറ്റൊരു വായനാ ദിനം കൂടി കടന്നു വരുമ്പോൾ ആ പുസ്തകത്താളുകളിൽ നിന്ന് മാധവിക്കുട്ടിയുടെ ഓർമ്മകൾ ഒരു സുഗന്ധമായി പടരുകയാണ്. ഒരു സ്ത്രീയുടെ ഉള്ളിലെ പ്രണയാഗ്നിയെ ഇത്രമേൽ ആർദ്രമായി, ഇത്രമേൽ സാഹിത്യ ഭംഗിയോടെ ആവിഷ്കരിച്ച മറ്റൊരു എഴുത്തുകാരി നമുക്കില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കാതിരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഏകാന്തത അറിയുന്നത് എന്നെഴുതിയ ആ വിരലുകളിൽ അക്ഷരങ്ങളായിരുന്നില്ല പടർന്നത്, മറിച്ച് മുറിവേറ്റൊരു ഹൃദയത്തിൻ്റെ ചോരയായിരുന്നു. അവസാനമായി നീർമാതളത്തണലിൽ നിന്നും ആ നാലപ്പാട്ട് തറവാടിൻ്റെ മണ്ണിൽ നിന്നും പടിയിറങ്ങുമ്പോൾ ആ ഹൃദയം ആരോടൊക്കെയോ വിതുമ്പിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് തരാൻ മടിച്ച സ്നേഹം അത്രയും ഈ കാറ്റിന് ഞാൻ തിരികെ നൽകുന്നു. പ്രിയപ്പെട്ട കമല, ഈ വായനാ ദിനത്തിൽ നിങ്ങളുടെ ഓർമ്മകളുടെ പുസ്തകം അടച്ചു വയ്ക്കുമ്പോഴും ആ വരികളുടെ തീഷ്ണതയിൽ ഞങ്ങളുടെ ഹൃദയം പൊള്ളുന്നുണ്ട്. നിർമാതളം പൂക്കുന്ന ഓരോ കാലത്തും, പ്രണയം തോറ്റുപോകുന്ന ഓരോ ഹൃദയത്തിലും, വരികളെ പ്രണയിക്കുന്ന ഓരോ വായനക്കാരിലും നിങ്ങളുണ്ട്. ആമി എന്ന അനശ്വര പ്രണയമായി ഇന്നും ആ നീർമാതള ചുവട്ടിൽ വീണ് കിടക്കുന്ന പൂക്കൾക്ക് നിങ്ങളുടെ പ്രണയത്തിൻ്റെ മണമാണ്, ഒടുങ്ങാത്ത ഏകാന്തതയുടെ മണമാണ്.